ഹലോ സ്റ്റുഡൻസ്, നമുക്ക് സിലബസിലുള്ള പോർഷൻസ് പഠിച്ചു തുടങ്ങാം. ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും സിലബസിലുള്ള പോർഷൻസ് അല്ല. നമുക്ക് ഈ വീഡിയോ മുതലാണ് ആക്ച്വലായിട്ട് സിലബസിലുള്ള പോർഷൻസ് പഠിച്ചു തുടങ്ങുന്നത്. നമുക്ക് ആദ്യം ഈ ഫോർത്ത് മോഡ്യൂളിൽ ആദ്യം പഠിക്കാനുള്ളത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ്. 3 സൈക്കിൾസ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. ഈ 3 സൈക്കിളിൻ്റെയും വർക്കിംഗ് പഠിക്കണം. PV TS ഡയഗ്രാം ഒക്കെ വരച്ച് അതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൂടാതെ അതിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഈ 3 സൈക്കിളിൻ്റെയും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ വർക്കിംഗ്, ഈ 3 സൈക്കിളിൻ്റെയും വർക്കിംഗ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് ചോദിക്കും. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ്റെ ഡെറിവേഷനും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ ഈ 3 സൈക്കിളും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളിൻ്റെയും പ്രോബ്ലംസ് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അപ്പോൾ അതും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ 3 സൈക്കിളിൻ്റെയും നമുക്ക് പഠിക്കാനുള്ളത്. സൈക്കിളിൻ്റെ വർക്കിംഗ് പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം, പിന്നെ പ്രോബ്ലംസ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ ഫോർത്ത് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളതിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സാണ് ഈ 3 സൈക്കിളിൻ്റെയും വർക്കിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. ആദ്യം എന്താണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ തെർമോഡൈനാമിക്സിൽ ഒരുപാടെണ്ണം ഉണ്ട്. ഈ 3 ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 3 അല്ലാതെയും വേറെ ഒരുപാട് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി തെർമോഡൈനാമിക്സിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ സിലബസിൽ ഈ 3 മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ 3 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ്, ഈ സൈക്കിൾസിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആയിരിക്കും, അറ്റ്മോസ്ഫിയറിക് എയർ. സംഭവം എന്താണ് പ്രോസസ്സ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് നമ്മൾ പറയും. ഇവിടെ ഇപ്പോൾ ഒരു PV ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏത് സൈക്കിളാണെന്ന് ഞാൻ പറയുന്നില്ല, PV ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അതിലൊരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 1, 2, 3, 4 എന്നീ പറയുന്നതാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതൊരു പോയിൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3, സ്റ്റേറ്റ് 4. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പോൾ ഈ സിസ്റ്റം സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്നാണ് പറയുന്നത്. ആ പ്രോസസ്സാണ് ഇതാ ഇങ്ങനെ കർവായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കർവായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രോസസ്സ് സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3 എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് 3 നിന്ന് 4 ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തത്, ആ പ്രോസസ്സ് ഒരു കർവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളൊരു PV ഡയഗ്രാമിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓരോ പോയിൻറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആവുകയാണെങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയും. അപ്പോൾ ഈ സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബേസിക്കലി അവിടുത്തെ പ്രഷർ അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഈ പ്രോപ്പർട്ടീസിനൊക്കെ ചേഞ്ചസ് വരും. ഇവിടെ തന്നെ സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞാൽ വോളിയം കൂടുതലും പ്രഷർ കുറവായിരുന്നു. ആ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ചേഞ്ച് ആയപ്പോഴേക്കും വോളിയം കുറഞ്ഞു. അതിങ്ങനെ ഇങ്ങോട്ട് ഈ എക്സാസിലോട്ട് പ്ലോട്ട് ചെയ്ത് മനസ്സിലാവും, വോളിയം കുറഞ്ഞു. അതേസമയം പ്രഷർ കൂടിയിട്ടുണ്ട്. അപ്പം ഇവിടെ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ഒരു പ്രോസസ്സ് നടന്നപ്പോൾ തന്നെ അതിൻ്റെ പ്രഷറും വോളിയവും ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ, TS ഡയഗ്രാം കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ടെമ്പറേച്ചറിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ട്. സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ഒരു പ്രോസസ്സ് നടന്നപ്പോൾ ടെമ്പറേച്ചറും ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേസമയം എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടെ പ്രഷറും വോളിയവും ടെമ്പറേച്ചർ എന്നീ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ഒരു സിസ്റ്റത്തിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നീ പ്രോപ്പർട്ടീസിൽ മേ ബി 1, 2 അല്ലെങ്കിൽ ചിലപ്പോൾ 3 എണ്ണം വെച്ച് അത് ചേഞ്ച് ആയെന്നിരിക്കും. അപ്പോൾ ഈ ചേഞ്ച് ആവുന്ന ഈ ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആവുന്നതിനെ പ്രോസസ്സ് എന്ന് പറയും. അങ്ങനെ 3-4 പ്രോസസ്സ് സംഭവിച്ച് അവസാനം ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് എത്തിച്ചേരുന്നു എങ്കിൽ അതിനെ നമ്മൾ സൈക്കിൾ എന്ന് പറയും. ഇവിടെ ഒരു സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ചേഞ്ച് ആയി, സ്റ്റേറ്റ് 2 നിന്ന് 3 ചേഞ്ച് ആയി, 3 നിന്ന് 4 ചേഞ്ച് ആയി, എന്നിട്ട് 4 നിന്ന് അവസാനം എവിടെയാണോ തുടങ്ങിയത് ആ സ്റ്റേറ്റിലോട്ട് തന്നെ വന്നെത്തിയിട്ടുണ്ട്. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണോ അതിൽ തന്നെ വന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ഏത് സ്റ്റേറ്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റേറ്റിൽ നിന്ന് തന്നെ വന്ന് അവസാനം എത്തിച്ചേർന്നു എങ്കിൽ അതിനെ നമ്മളൊരു സൈക്കിൾ എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ആദ്യം ഈ 1, 2 എന്ന പ്രോസസ്സ് നടന്നു, അത് കഴിഞ്ഞ് 2, 3 എന്ന പ്രോസസ്സ് കടന്നു, അത് കഴിഞ്ഞ് 3, 4 എന്ന പ്രോസസ്സ് കടന്നു, അത് കഴിഞ്ഞ് 4, 1 എന്ന പ്രോസസ്സ് നടന്നു. അപ്പോൾ ഈ 4 പ്രോസസ്സ് നടന്നു കഴിഞ്ഞ് അവസാനം ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ അത് എത്തിച്ചേർന്നു, ആ സിസ്റ്റം എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സൈക്കിൾ നടന്നു എന്ന് നമ്മൾ പറയും.
അവിടെ ഈ സൈക്കിൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ പി വി അല്ലെങ്കിൽ ടി എസ് ഡയഗ്രാമത്തിൽ അത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴേക്കും അതൊരു ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് കോണ്ടൂർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ മനസ്സിലാവും, ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് കോണ്ടൂർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അത് ഓപ്പൺ അല്ല. അപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് കോണ്ടൂർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ ഇത് ഓരോ രീതിയിലായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ചിലപ്പം കോൺസ്റ്റൻറ്റ് വോളിയത്തിലായിരിക്കും ഓരോ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കും, അല്ലെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിലായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും ഓരോ പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ 3-4 പ്രോസസ്സ് നടന്ന് അവസാനം ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് എത്തിച്ചേരുന്നു. അപ്പോൾ അതിന് നമ്മൾ സൈക്കിൾ എന്ന് പറയും. അത് എങ്ങനെയാണ് ഓരോ പ്രോസസ്സും ചേഞ്ച് ആവുന്നത് അതിനെ ബേസ് ചെയ്ത് ഒരു 3 സൈക്കിൾസ് നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. ആക്ച്വലി 3 സൈക്കിൾസ് അല്ല, ഒരുപാട് സൈക്കിൾസ് ഉണ്ട് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. പക്ഷേ നമ്മുടെ സിലബസിൽ ഈ 3 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സൈക്കിളിൽ തന്നെ നമ്മൾ അതിൻ്റെ തിയറിയാണ് പഠിക്കുന്നത്. ഈ സൈക്കിളിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് അതിൻ്റെ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ തിയറി പഠിക്കുമ്പോൾ അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് നമ്മൾ എയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ജസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ കാണുന്ന എയർ, ആ എയർ ആണ് അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന അസംഷനിലാണ് നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്നത്. അല്ലാതെ പെട്രോൾ, അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണ് അല്ലെങ്കിൽ കെറോസിനാണ് എന്നുള്ള കൺസെപ്റ്റിലല്ല നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് സിമ്പിൾ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന കൺസെപ്റ്റിൽ, എന്നൊരു അസംഷനിലാണ് നമ്മൾ അതിൻ്റെ തിയറി, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ബാക്കിയുള്ള വേറെ ഒരുപാട് സൈക്കിൾസ് ഉണ്ട്, അതിലും അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് എയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എയർ ഒരു വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യുന്ന സൈക്കിൾസിനെയാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. ഇനി ഈ സൈക്കിൾസ് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ, അതായത് ഒരു എഞ്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്, ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ പണ്ടേ പഠിച്ചു കാണും, പ്ലസ് ടുവിലൊക്കെ തന്നെ പഠിച്ചു കാണും, അല്ലെങ്കിൽ സ്കൂളിലെ തന്നെ പഠിക്കുന്നതായിരിക്കും. എന്താണ് സിലിണ്ടർ, ഇങ്ങനെ ഒരു ഫിഗർ കണ്ടാൽ എന്താണ് സിലിണ്ടർ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ പിസ്റ്റൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ പിസ്റ്റൺ ഈ സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇതും മനസ്സിലാവും, ഈ ആരോ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഈ പിസ്റ്റൺ ഇതിൻ്റെ അകത്ത് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇത് പിസ്റ്റൺ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് മാക്സിമം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ആയിരിക്കും എത്തുന്നത്. നമ്മുടെ ഇവിടെ തെർമോഡൈനാമിക്സിൽ ഈ പിസ്റ്റൺ മൂവ് ചെയ്ത് ഇപ്പോഴത്തെ ഈ സിലിണ്ടർ വാൾ വരെ എത്തും എന്നുള്ള കൺസെപ്റ്റല്ല നമ്മൾ പഠിക്കുന്നത്. ഈ പിസ്റ്റൺ മൂവ് ചെയ്ത് ഏകദേശം ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും എത്തുന്നത്. അതായത് കംപ്ലീറ്റ് ഈ സിലിണ്ടറിൻ്റെ വാൾ വരെ എത്തത്തില്ല, പകരം ഒരു ചെറിയൊരു ക്ലിയറൻസ് വിട്ട് ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും. അതായിരിക്കും എക്സ്ട്രീം പൊസിഷനായിട്ട് എടുക്കുന്നത്. പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സ്ട്രീം പൊസിഷൻ വരെ വരുള്ളൂ. അപ്പോൾ ആ പൊസിഷനെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഇതിനെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴുള്ള എക്സ്ട്രീം പൊസിഷൻ, ഈ പിസ്റ്റൺ മൂവ് ചെയ്ത്, നിങ്ങൾ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ ഞാൻ ഡോട്ടഡ് ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്, അത് പിസ്റ്റനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിസ്റ്റൺ ഇവിടെ നിൽക്കുകയാണ്, അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് എക്സ്ട്രീം ആയിട്ട് ഈ ഒരു എൻഡ് വരെയാണ് വരുന്നതെന്ന് കരുതുക. അപ്പോൾ ആ എക്സ്ട്രീം എൻഡിനെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. അതേസമയം റൈറ്റിലോട്ട് മൂവ് ചെയ്ത് എക്സ്ട്രീം എൻഡിനെ നമ്മൾ പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്ത് എക്സ്ട്രീം എൻഡിനെ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം പിസ്റ്റൺ ഇതുവരെയാണ് മൂവ് ചെയ്തത്, ഇനി ഇതിനേക്കാളും റൈറ്റിലോട്ട് അത് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത്. റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ടുള്ള എക്സ്ട്രീം എൻഡിനെ അതിനെ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഈ പിസ്റ്റൺ സിലിണ്ടർ വാളിൻ്റെ ആ സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന എക്സ്ട്രീം പൊസിഷനെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറയും. പുറത്തോട്ട്, ഈ സിലിണ്ടർ വാളിന് പുറത്തോട്ടുള്ള ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്ത ആ ഒരു എക്സ്ട്രീം പൊസിഷനെ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറയും. ഇതിപ്പോൾ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി അലൈൻഡ് ആണ്. ഇതിപ്പോൾ ഹൊറിസോണ്ടലി വെച്ചിരിക്കുന്ന സിലിണ്ടറാണ് ഇങ്ങനെ. അപ്പോൾ ഈ ഹൊറിസോണ്ടലി അലൈൻഡ് ആയിട്ടുള്ള സിലിണ്ടറിനാണ് നമ്മൾ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. ചിലപ്പം സിലിണ്ടർ വെർട്ടിക്കലി ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്, അതായത് ഈ കാണുന്ന പോലെ വെർട്ടിക്കലി ആയിരിക്കും അതിൻ്റെ ആക്സിസ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന, അതായത് സിലിണ്ടർ വാളിന് മുകളിലാണ്, ഈ സിലിണ്ടർ വാളിൻ്റെ ഡയറക്ഷനിലോട്ട് ഈ മുകളിലോട്ട് മൂവ് ചെയ്ത ആ എക്സ്ട്രീം പൊസിഷനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നായിരിക്കും പറയുന്നത്. ഈ ടോപ്പ് ഡെഡ് സെൻറ്റർ TDC എന്ന ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നായിരിക്കും പറയുന്നത്. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടലി ആണെങ്കിൽ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറയും, അതേസമയം വെർട്ടിക്കലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷൻ വരെ മാക്സിമം വരുവുള്ളൂ, അതിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. താഴോട്ട് മൂവ് ചെയ്ത് ഏറ്റവും താഴോട്ട് വരുന്ന, ഏറ്റവും മിനിമം വരുന്ന എക്സ്ട്രീം പൊസിഷനെ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നും പറയും. അപ്പം ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററും നമ്മൾ ഇവിടെ കണ്ട ഹൊറിസോണ്ടലി അലൈൻ ചെയ്തിട്ടുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്നും ഔട്ടർ ഡെഡ് സെൻറ്റർ എന്നും പറയുമ്പോൾ വെർട്ടിക്കലി ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നും ബോട്ടം ഡെഡ് സെൻറ്റർ എന്നും പറയും. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ഷോർട്ട് ഫോമിലാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. TDC എന്നും BDC എന്നും റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ IDC എന്നും ODC എന്നും റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ ഈ വേർഡ്സൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കുമ്പോഴാണ്. ഇവിടെ സൈക്കിൾസിൻ്റെ വർക്കിംഗ് ഈ എഞ്ചിൻ്റെ വർക്കിങ്ങുമായിട്ട് ഏകദേശം സിമിലാറാണ് എങ്കിലും സൈക്കിൾസിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഈ ഇന്നർ ഡെഡ് സെൻറ്റർ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്നൊന്നും എഴുതാറില്ല.
അതിന് പകരം വേറെ സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 എന്നൊക്കെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്തു എന്ന രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. പിസ്റ്റൺ ഈസ് മൂവ്ഡ് ഫ്രം ബോട്ടം ഡെഡ് സെൻറ്റർ ടു ടോപ്പ് ഡെഡ് സെൻറ്റർ, അല്ലെങ്കിൽ പിസ്റ്റൺ മൂവ്ഡ് ഫ്രം ടോപ്പ് ഡെഡ് സെൻറ്റർ ടു ബോട്ടം ഡെഡ് സെൻറ്റർ എന്നായിരിക്കും നമ്മൾ എക്സാമിന് എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ TDC എന്നും BDC എന്നും ഒക്കെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലനേഷനിൽ എഴുതുന്നത്. അപ്പോൾ ഇതാണ് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലെ ഓരോ പൊസിഷൻ അല്ലെങ്കിൽ പാർട്സ് എന്നൊക്കെ പറയുന്നത്. ആക്ച്വലായിട്ടുള്ള IC എഞ്ചിൻ്റെ പാർട്സ് അല്ല നമ്മളിത്. IC എഞ്ചിൻ്റെ പാർട്സ് നമ്മൾ വേറെ പഠിക്കും. അല്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലെ ഓരോ പാർട്സാണ് നമ്മളിവിടെ കണ്ടത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്നൊക്കെ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം എന്താണ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ ഈ ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്ത് അവിടെ അതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ മുതൽ സിലിണ്ടർ വാൾ വരെയുള്ള ആ വോളിയത്തിനെയാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. പിസ്റ്റൺ ഈ ഇന്നർ ഡെഡ് സെൻറ്റർ കഴിഞ്ഞ് പിന്നെയും ലെഫ്റ്റിലോട്ട് അത് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ എന്താണെന്നൊരു ക്ലിയറൻസ് ഉണ്ട്. ആ വോളിയത്തിനെ ക്ലിയറൻസ് വോളിയം എന്നാണ് പറയുന്നത്. അതേസമയം ഈ പിസ്റ്റൺ ആക്ച്വലി മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നർ ഡെഡ് സെൻറ്ററിനും ഔട്ടർ ഡെഡ് സെൻറ്ററിനും ഇടയിലാണ് ഈ പിസ്റ്റൺ കടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഈ വോളിയത്തിനെ, ഈ ഇന്നർ ഡെഡ് സെൻറ്റർ മുതൽ ഔട്ടർ ഡെഡ് സെൻറ്റർ വരെയുള്ള വോളിയത്തിനെയാണ് സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. സ്ട്രോക്ക് വോളിയം എന്ന് പറയാൻ കാര്യം ആ ഏരിയയിലാണ് ഈ പിസ്റ്റൺ കടന്ന്, അത്രയും ലെങ്തിലാണ് പിസ്റ്റൺ കടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വോളിയത്തിനെ സ്ട്രോക്ക് വോളിയം എന്ന് പറയും, അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്നും പറയാം. അപ്പം ഇന്നർ ഡെഡ് സെൻറ്റർ മുതൽ ഔട്ടർ ഡെഡ് സെൻറ്റർ വരെയുള്ള വോളിയത്തിനെയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ വെർട്ടിക്കലി അലൈൻ ചെയ്തിട്ടുള്ള സിലിണ്ടറിൻ്റെ കേസിൽ വരുന്നത്. അത് ഈ ടോപ്പ് ഡെഡ് സെൻറ്റർ മുതൽ ബോട്ടം ഡെഡ് സെൻറ്റർ വരെയുള്ള ആ വോളിയത്തിനെയായിരിക്കും ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് വോളിയം പ്ലസ് സിലിണ്ടർ വോളിയം, ഈ രണ്ട് വോളിയം കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുന്നത്. ഈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ വാൾ മുതൽ ഔട്ടർ ഡെഡ് സെൻറ്റർ വരെയുള്ള ആ ടോട്ടൽ വോളിയത്തിനാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. മേ ബി പ്രോബ്ലം ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം നിങ്ങൾക്ക് തന്നിരിക്കും, അതിൻ്റെ കൂടെ ക്ലിയറൻസ് വോളിയം തന്നിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം കണ്ടെത്തിയായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ചില കേസിൽ ടോട്ടൽ വോളിയം തന്നിരിക്കും, സെപ്റ്റ് വോളിയം തന്നിരിക്കും, അതിൽ നിന്ന് ക്ലിയറൻസ് വോളിയം കണ്ടുപിടിക്കേണ്ട സമയമൊക്കെ വരും. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് സ്ട്രോക്ക് അല്ലെങ്കിൽ സെപ്റ്റ് വോളിയം എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ വോളിയം എന്താണ് എന്ന് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് ഹൊറിസോണ്ടലി അലൈൻഡ് ആയിരുന്നാലും വെർട്ടിക്കലി അലൈൻഡ് ആയിരുന്നാലും ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിലെ മെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ ഒരു ജനറൽ വർക്കിംഗ് പഠിക്കാം, അതായത് ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഈ വർക്കിങ്ങിന് സിമിലറാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാർനോട്ട് സൈക്കിളും ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും എല്ലാം. അതെല്ലാം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ജനറൽ വർക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള വർക്കിങ്ങിൻ്റെ ഒരു കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ഫോമാണെന്ന് പറയാം. അപ്പം ഈ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ചെറുതാക്കിയ ഒരു വർക്കിംഗ് ആണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു വർക്കിംഗ് ഒന്ന് ബേസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സൈക്കിളിൻ്റെയും വർക്കിംഗ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സിലിണ്ടറിൻ്റെ അകത്ത് കുറച്ച് ഒരു ഗിവൺ മാസ് ഓഫ് എയർ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് കരുതുക. ഈ സിലിണ്ടറിൻ്റെ അകത്ത് കുറച്ച് ഗിവൺ മാസ് ഓഫ് എയർ ഉണ്ട്. ഈ എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എയറിനെ എക്സ്പാൻഡ് ചെയ്ത് പിസ്റ്റനെ മൂവ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇവിടെ എയർ എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അത് എയർ കംപ്രസ് ചെയ്യുന്നതനുസരിച്ച് പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇവിടെ ഈ പിസ്റ്റൺ മൂവ് ചെയ്ത് ഈ സിലിണ്ടർ വാൾ വരെ എത്തത്തില്ല, ഇന്നർ ഡെഡ് സെൻറ്റർ വരെ എത്തത്തുള്ളൂ. അതുപോലെ തന്നെ റൈറ്റിലോട്ട് മൂവ് ചെയ്താലും അത് ഔട്ടർ ഡെഡ് സെൻറ്റർ വരെ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പം ഒരു ഗിവൺ മാസ് ഓഫ് എയർ ഈ സിലിണ്ടറിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഈ നമ്മളിതിൻ്റെ വർക്കിംഗ് തുടങ്ങുമ്പോൾ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് കരുതുക, അതായത് ഇന്നർ ഡെഡ് സെൻറ്ററിൽ ഇരിക്കുകയാണ് ഈ പിസ്റ്റൺ. അപ്പോൾ അതായത് ഈ എയർ എന്നുള്ളത് കംപ്രസ് ചെയ്ത് ഇത്രയും പോർഷനിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ എയർ ഇവിടെ ഈ ഒരു ഫിഗർ ഇതിപ്പം എയർ നിറഞ്ഞിരിക്കുകയാണ്, അതിനെ കംപ്രസ് ചെയ്ത് ഇത്രയും പോർഷനിലാക്കി വെച്ചിരിക്കുകയാണ് എയർ എന്ന് കരുതുക. അപ്പം ഈ പിസ്റ്റൺ ഈ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിൽക്കുകയാണ്. ഈ ഇന്നർ ഡെഡ് സെൻറ്ററിൽ പിസ്റ്റൺ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹോട്ട് ബോഡിയെ ആ സിലിണ്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യും. ഒരു ഹോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ ഹീറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്തെങ്കിലും വളരെ ചൂടുള്ള ഒരു ബോഡി, അതിനാണ് ഹോട്ട് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഹീറ്റ് എനർജി ഒരുപാട് ഉണ്ടായിരിക്കും, അതിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അതാണ് ഹീറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോട്ട് ബോഡിയെ നമ്മൾ ഈ സിലിണ്ടറിൻ്റെ പുറത്ത് തന്നെ, സിലിണ്ടറിൻ്റെ അകത്തല്ല കൊണ്ടുവയ്ക്കുന്നത്, സിലിണ്ടറിൻ്റെ പുറത്ത് തന്നെ അതിനോട് ചേർത്ത് ഒരു ഹോട്ട് ബോഡി കൊണ്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എനർജി ഈ എയറിലേക്ക് ട്രാൻസ്ഫർ ആവും. പിസ്റ്റൺ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയാണ്, എയർ എന്ന് പറയുന്നത് ഇത്രയും പോർഷനിൽ മാത്രമേ എയർ ഉള്ളൂ. ആ എയറിലേക്ക് ഈ ഹോട്ട് ബോഡിയിൽ നിന്ന്
ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഹീറ്റ് എനർജി എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം എയർ എക്സ്പാൻഡ് ചെയ്യും. എയറിൻ്റെ ടെമ്പറേച്ചർ കൂടും, എയർ എക്സ്പാൻഡ് ചെയ്യും. എയർ എക്സ്പാൻഡ് ചെയ്യുമ്പം ആ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആ പിസ്റ്റനെ ഈ റൈറ്റിലോട്ട് പുഷ് ചെയ്യും. അതായത് ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് പിസ്റ്റനെ പുഷ് ചെയ്യും. ആ പിസ്റ്റനെ പുഷ് ചെയ്ത് പിസ്റ്റൺ മൂവ് ചെയ്ത് അത് ഔട്ടർ ഡെഡ് സെൻറ്റർ വരെ എത്തുന്നു. ഔട്ടർ ഡെഡ് സെൻറ്റർ വരെ എത്തുമ്പോൾ നമ്മൾ ഈ വച്ചിരുന്ന ഹോട്ട് ബോഡി അങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കോൾഡ് ബോഡി കൊണ്ട് വെച്ചിരിക്കും. അതായത് ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു ബോഡി. അപ്പം ഹോട്ട് ബോഡിയെ മാറ്റിയിട്ട് കോൾഡ് ബോഡി കൊണ്ട് പ്ലേസ് ചെയ്യും ഈ സിലിണ്ടറിൻ്റെ സൈഡിൽ. ആ സമയത്ത് സംഭവിക്കുക എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ എയറിലുള്ള എയർ ഈ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും. അതായത് എയറിലുള്ള ഹീറ്റ് എനർജി ഈ കോൾഡ് ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ ഹീറ്റ് റിജക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോൾഡ് ബോഡി കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള എയറിൽ നിന്ന് ഹീറ്റ് എനർജി ഈ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും. അങ്ങനെ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ഈ എയർ എന്നുള്ള എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന എയർ കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആവുമ്പോഴേക്കും ഈ പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യും. കാരണം എയർ കംപ്രസ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. പിസ്റ്റൺ മൂവ് ചെയ്ത് ഇന്നർ ഡെഡ് സെൻറ്റർ വരെ എത്തുമ്പോഴേക്കും വീണ്ടും ഈ കോൾഡ് ബോഡി എടുത്ത് മാറ്റിയിട്ട് ഒരു ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നു. അപ്പം ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എനർജി ഈ എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. ആ എയർ എക്സ്പാൻഡ് ചെയ്യുന്ന എയർ ഈ പിസ്റ്റനെ പുഷ് ചെയ്ത് ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് പിസ്റ്റനെ എത്തിക്കുന്നു. ഔട്ടർ ഡെഡ് സെൻറ്ററിൽ എത്തപ്പോഴേക്കും പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ ഈ ഹോട്ട് ബോഡിയെ മാറ്റി നമ്മളൊരു കോൾഡ് ബോഡി പ്ലേസ് ചെയ്യുന്നു. ആ കോൾഡ് ബോഡിയിലേക്ക് ഈ എയറിൽ നിന്ന് ഹീറ്റ് എനർജി റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അത് കാരണം ഈ എക്സ്പാൻഡ് ആയ ഗ്യാസ് കംപ്രസ് ആവുന്നു. കംപ്രസ് ആകുമ്പോൾ ഈ പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഹോട്ട് ബോഡി കൊണ്ട് വയ്ക്കുമ്പോൾ ഹീറ്റ് എനർജി എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അത് എയർ എക്സ്പാൻഡ് ചെയ്യും, പിസ്റ്റനെ പുഷ് ചെയ്യുകയും ചെയ്യും. അതേസമയം കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ പുറത്ത് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് കോൾഡ് ബോഡി വെച്ച് കൊടുക്കുമ്പോൾ എയറിൽ നിന്ന് ഹീറ്റ് എനർജി അതിലേക്ക് റിജക്റ്റ് ചെയ്യുകയും അതുമൂലം അത് എയർ കംപ്രസ് ആവുകയും ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പം ഇത് എക്സ്പാൻഷൻ നടക്കും. അത് മാറ്റി കോൾഡ് ബോഡി വയ്ക്കുമ്പോൾ അത് വീണ്ടും കംപ്രഷൻ നടക്കും. പിന്നെ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പം അത് കംപ്രസ് ആവും. അപ്പോൾ ഇങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിസ്റ്റൺ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിൽക്കുമ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് 1 എന്ന് പറയാം. അത് അവിടെ ആയിരിക്കും. ആ സ്റ്റേറ്റ് 1-ൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നതും അതിൽ നിന്ന് ഹീറ്റ് എനർജി ഈ എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എയർ ട്രാൻസ്ഫർ ചെയ്യുന്ന അത് എക്സ്പാൻഡായി അത് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് മാറുന്നു. അതായത് സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നു. സ്റ്റേറ്റ് 2-ൽ നിൽക്കുമ്പോഴാണ് ആ ഒരു കോൾഡ് ബോഡി കൊണ്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഹോട്ട് ബോഡി മാറ്റിയിട്ട് കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നു. അപ്പം ഇതിൽ നിന്ന് ഈ എയറിൽ നിന്ന് ഹീറ്റ് ഈ കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റായി ഈ പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് എത്തുന്നു എന്ന് പറയാം. അതായത് തിരിച്ച് സ്റ്റേറ്റ് 2-ൽ നിന്ന് തിരിച്ച് സ്റ്റേറ്റ് 1-ൽ തന്നെ എത്തിച്ചേരുന്നു. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റേറ്റിലോട്ട് തന്നെ എത്തിച്ചേരുന്നു. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്, തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ആ തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറുന്നു, എന്നിട്ട് ആ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം 2 സ്റ്റേറ്റേ ഉള്ളൂ, അതായത് സ്റ്റേറ്റ് 1-ഉം സ്റ്റേറ്റ് 2-ഉം ഈ 2 സ്റ്റേറ്റേ ഉള്ളൂ. 2 സ്ട്രോക്ക് കൊണ്ടെല്ലാം നമ്മൾ ഈ വർക്കിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ആക്ച്വലായിട്ടുള്ള കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചും കൂടെ പ്രോസസ്സ് കൂടും, കുറച്ചും കൂടെ സ്റ്റേറ്റ് കാണും. നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ടതുപോലെ അതിൽ 4 സ്റ്റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വർക്കിങ്ങിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണെന്ന് പറയാം കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ ഡീസൽ സൈക്കിൾ. അതിൻ്റെ എല്ലാം ഒരു ബേസിക് വർക്കിംഗ്, ഒരു ജനറൽ വർക്കിംഗ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ കൺസെപ്റ്റ് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കംപ്രഷനാണ് നടക്കുന്നത്. പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്നു. അതായത് എയർ കംപ്രസ്ഡ് ആവും. ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജി കോൾഡ് ബോഡിയിലോട്ട് റിജക്റ്റ് ചെയ്യുമ്പം അത് കംപ്രസ് ആവുകയും പിസ്റ്റൺ ഈ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്നു. അതാണ് കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാർനോട്ട് സൈക്കിളിൻ്റെ ആക്ച്വലായിട്ടുള്ള കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് PVTS ഡയഗ്രാം വരച്ച് അതിൻ്റെ വർക്കിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിനി ഒരു കാര്യവും കൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബേസിക് വർക്കിംഗ് ബേസ് ചെയ്ത് നമുക്കൊരു കാര്യം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ
ഈ ഒരു ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഹീറ്റ് എനർജി ഇതിൽ ഗ്യാസിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞു, ഗ്യാസ് അല്ലെങ്കിൽ എയറിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ സപ്പോസ് ഒരു 100 കിലോ ജൂൾസ് ഓഫ് ഹീറ്റ് എനർജിയാണ് എയറിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് കരുതുക. അപ്പോൾ ആ കിട്ടുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ആക്ച്വലി ഇവിടെ വർക്ക് ഡൺ നടക്കുന്നത്. ഇവിടെ എന്താണ് വർക്ക് ഡൺ? പിസ്റ്റൺ മൂവ് ചെയ്യുന്നതാണ് വർക്ക് ഡൺ. ഈ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് എനർജി എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും എയർ എക്സ്പാൻഡ് ചെയ്യുകയും ഈ പിസ്റ്റനെ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് പുഷ് ചെയ്ത് മാറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിസ്റ്റനെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് അതിനെ പുഷ് ചെയ്ത് അതിനെ മൂവ് ചെയ്തു. അതാണ് ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ സംഭവിച്ചത് എങ്ങനെയാണ്? ആ ഒരു ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ്. ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എനർജിയിലേക്ക് ട്രാൻസ്ഫർ ആയി ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ഈ പിസ്റ്റനെ പുഷ് ചെയ്ത് ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് എത്തിച്ചത്. സപ്പോസ് ഇപ്പോൾ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ഒരു 100 കിലോ ജൂൾസ് ഹീറ്റ് എനർജിയാണ് ഈ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് കരുതുക. ആ 100 ജൂൾസും ഉപയോഗിച്ചായിരിക്കത്തില്ല ഈ പിസ്റ്റനെ പുഷ് ചെയ്ത് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് എത്തിച്ചത്. മേ ബി ഒരു 60 കിലോ ജൂൾസ് എന്ന് പറയുന്ന അത്രയും ഹീറ്റ് എനർജി ആയിരിക്കും ഉപയോഗിച്ചത് ഈ പിസ്റ്റനെ പുഷ് ചെയ്ത് ഇപ്പുറത്തെത്തിക്കാനായിട്ട്. അതായത് വർക്ക് ഡൺ ചെയ്യാനായിട്ട് ഈ കൊടുത്ത 100 കിലോ ജൂൾസിൽ നിന്ന് മേ ബി ഒരു 60 കിലോ ജൂൾസേ ഉപയോഗിച്ച് കാണത്തുള്ളൂ ഈ പിസ്റ്റനെ പുഷ് ചെയ്ത് ഇപ്പുറത്തെത്താനായിട്ട്. ബാക്കി 40 കിലോ ജൂൾസ്, ഈ 60 കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 100 ജൂൾസിൽ വരുന്ന ബാക്കി 40 കിലോ ജൂൾസ് ആയിരിക്കും അത് തിരിച്ച് ഈ കോൾഡ് ബോഡി വെച്ച് കൊടുക്കുമ്പോഴേക്കും അത് റിജക്റ്റ് ചെയ്യുന്നത്. കാരണം കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ റിജക്റ്റ് ചെയ്യാനും ഇതിൽ ഹീറ്റ് എനർജി വേണമല്ലോ. അപ്പോൾ ഈ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. മേ ബി 100 കിലോ ജൂൾസ് ഹീറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു 60 കിലോ ജൂൾസ് ഉപയോഗിച്ചായിരിക്കും അവിടെ വർക്ക് ഡൺ നടക്കുന്നത്. അതായത് പിസ്റ്റനെ പുഷ് ചെയ്ത് ഇപ്പുറത്തെ എൻഡിലോട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന ഹീറ്റ് എനർജിയാണ് കോൾഡ് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എനർജി മുഴുവനായും വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഒരു പാർട്ട് മാത്രമേ വർക്ക് ഡൺ ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി വരുന്ന ഹീറ്റ് എനർജി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സൈക്കിളിൻ്റെ വർക്ക് ഡൺ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്. അതായത് ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 60 കിലോ ജൂൾസ് ആണ്. അപ്പോൾ ഈ 60 കിലോ ജൂൾസ് വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടി നമ്മൾ 100 കിലോ ജൂൾസ് ഹീറ്റ് എനർജിയാണ് സപ്ലൈ ചെയ്തത്. ആ സപ്ലൈ ചെയ്ത ഹീറ്റ് എനർജിയിൽ നിന്ന് 60 കിലോ ജൂൾസ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ബാക്കി വന്ന 40 കിലോ ജൂൾസ് ആണ് അത് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 60 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? ഈ 100ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ മാത്രം മതി. 100ൽ നിന്ന് റിജക്റ്റ് ചെയ്ത ഹീറ്റ് എനർജി സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് വർക്ക് ഡൺ ചെയ്തു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു ലോജിക്കാണ് ഞാൻ ഇവിടെ ഒരു ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്. എത്രയാണോ ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്തത് അതിൽ നിന്ന് റിജക്റ്റ് ചെയ്ത ഹീറ്റ് എത്രയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ ടോട്ടൽ വർക്ക് ഡൺ, ആ സൈക്കിളിൻ്റെ വർക്ക് ഡൺ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടാണ് സാധാരണ പറയുന്നത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്, അതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. വർക്ക് ഡൺ അതിൻ്റെ സൈക്കിൾ. ഇവിടെ നമുക്ക് എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടെത്തണം. നമ്മൾ ഈ പറഞ്ഞ വർക്കിംഗ് ബേസ് ചെയ്ത് തന്നെ ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടെത്തണം. ആ എഫിഷ്യൻസിയെ നമ്മൾ തെർമൽ എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ഇവിടെ എയറിനെ ഒരു വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് എടുത്തതുകൊണ്ട് അതിന് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്നും പറയും. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടെത്താനുള്ള ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ്. അതായത് എത്ര എമൗണ്ട് ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്തു, അതിൽ നിന്ന് എത്ര വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു, അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എത്ര എമൗണ്ട് ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്തു, അതിൽ നിന്ന് എത്ര എമൗണ്ട് അത് വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു റേഷ്യോയാണ് ഈ തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്ന ഇക്വേഷനാണ് എഫിഷ്യൻസിയുടെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ വർക്ക് ഡൺ ഈക്വൽ ടു ഹീറ്റ് സപ്ലൈ മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്നൊരു ഇക്വേഷൻ നമ്മളോട് ഫോം ചെയ്തു. അപ്പോൾ അത് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം ഇക്വേഷനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ വർക്ക് ഡണിന് പകരം ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്നിട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനെ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷനെ നമുക്ക് ഇങ്ങനെയും റീറൈറ്റ് ചെയ്തെടുക്കാം. ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാനായിട്ട് സാധിക്കും. ഈ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്നുള്ളത് 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഈ തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, ഒരു സൈക്കിളിൻ്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടെത്താനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ബേസ് ആയിട്ടുള്ള ഒരു ജനറൽ ഇക്വേഷൻ വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ്. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ തന്നെയാണ് ഈ കാണിച്ചിരുന്ന ഇക്വേഷൻ. ഇത് 3 രീതിയിൽ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ.
മൂന്നും ഒരേ ലോജിക്ക് തന്നെയാണ്. അപ്പം ഈ എ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന 3 എണ്ണമാണ്. ഈ മൂന്നും ഒരേ ഇക്വേഷൻ തന്നെയാണ്, 3 രീതിയിൽ എഴുതിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ജനറൽ ഇക്വേഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഈ കാർനോട്ട് സൈക്കിളിൻ്റെയും ഓട്ടോ സൈക്കിളിൻ്റെയും ഡീസൽ സൈക്കിളിൻ്റെ എല്ലാം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓട്ടോ സൈക്കിളിനും ഡീസൽ സൈക്കിളിൻ്റെയും ഓട്ടോ സൈക്കിളിൻ്റെയും ഡീസൽ സൈക്കിളിൻ്റെയും കാർനോട്ട് സൈക്കിളിൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് അല്ല, അത് വേറെ ഇക്വേഷൻസ് ആണ്. പക്ഷേ ആ ഇക്വേഷൻസിലെല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്ന ബേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരുന്ന ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നിന്നാണ് ഓരോ സൈക്കിളിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്ന 3 എണ്ണം. ഇതൊന്ന് മനസ്സിലാക്കി വച്ചേക്കുക. അതുപോലെ തന്നെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്, ഈ ഒരു ഇക്വേഷനും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം വർക്ക് ഡൺ ഡ്യൂറിങ് എ സൈക്കിൾ ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡും പിന്നെ എഫിഷ്യൻസി ഓഫ് എ സൈക്കിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇതും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് സൈക്കിളിൻ്റെ 3 സൈക്കിളിൻ്റെയും വർക്കിംഗ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.